നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലായിരുന്നു മഴയുണ്ടായത്. ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് ഷാർജയിലെ മലീഹ, ഇബിൻ റാഷിദ് റോഡ് എന്നിവിടങ്ങളിലാണ്. അൽ ദൈദ് റോഡിൽ നേരിയ ആലിപ്പഴ വർഷമുണ്ടായി. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശി. ദൂരക്കാഴ്ച 3000 മീറ്ററിൽ താഴെയായി. മലനിരകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം ഡാമുകൾ നിറയാൻ കാരണമായി. മാത്രമല്ല, സുരക്ഷാ മുൻകരുതൽ എന്നതിനോടനുബന്ധിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പ് കൂടി ജനങ്ങൾക്ക് അധികൃതർ നൽകിയിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ ഇന്നും മഴ പെയ്യുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. യുഎഇ തണുപ്പ് കാലത്തേക്ക് കടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ ഒക്ടോബർ 1 വരെ മൂടൽമഞ്ഞിനും ചിലയിടങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച വരെ ആകാശം മേഘാവൃതമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഫുജൈറ, റാസൽ ഖൈമ, ദുബായ്, അൽ ഐൻ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പുലർച്ചെ മുതൽ രാവിലെ 9 വരെ മഞ്ഞു വീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മൂടൽമഞ്ഞു സമയങ്ങളിൽ ദൂരക്കാഴ്ച 1000 മീറ്ററിൽ താഴെയാകുമെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്താൻ പതിവിലും കൂടുതൽ സമയമെടുക്കേണ്ടി വരും. അത് മുന്നിൽ കണ്ട് നേരത്തെ ഇറങ്ങണമെന്നും മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പേമാരി വലിയ തോതിൽ ബാധിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉഷ്ണമേഖല ഈർപ്പം തെക്കൻ മേഖലകളിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിസാൻ, അസീർ, അൽബഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്തതും വ്യാപകവുമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മഴ തീവ്രമാകുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, ആലിപ്പഴം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. കൊടുങ്കാറ്റ് ഈ ആഴ്ചയിലുടനീളം ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി അധികൃതർ നൽകിയിട്ടുണ്ട്. റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ദുബായ് പോലീസ് ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിലും രാജ്യത്ത് മിതമായതോ തീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ പരമാവധി താപനില 40 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും താപനില 36 മുതൽ 40 ഡിഗ്രി വരെയും പർവ്വതങ്ങളിൽ 28 മുതൽ 35 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച രാവിലെയോടെ അറേബ്യൻ ഗൾഫിൽ വടക്ക് ദിശയിൽ കടൽ പ്രക്ഷുബ്ധമായേക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം യുഎഇയിൽ ചൂട് കുറവുണ്ടാകാൻ 2 ആഴ്ച കൂടി കാത്തിരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുവരെ 2 ആഴ്ച വരെ ശരാശരി താപനില 30 മുതൽ 40 ഡിഗ്രി വരെ തുടരുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രവാസികൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മഞ്ഞുള്ള സമയത്ത് ലോ ബീം ലൈറ്റ് ഇടാതെ, അതായത് ഫോഗ് ലൈറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ പിഴ ഈടാക്കേണ്ടി വരും. 500 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. ഗതാഗത നിയമം പാലിക്കാതെ വാഹനം ഓടിക്കുന്ന ട്രക്ക് തൊഴിലാളി, ബസ് ഡ്രൈവർമാർക്ക് 1000 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റും ശിക്ഷ കിട്ടുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിയമങ്ങൾ പാലിച്ച് വളരെ സുരക്ഷിതത്തോടെ പ്രവാസികളായിരിക്കുക.